അസ്സലാമു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 2 അപ്പം അതിൻ്റെ ഒരു ഫാമിലി വ്ളോഗായിട്ട് നമ്മൾ ചെയ്യാമെന്ന് കരുതി. പിന്നെ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ മക്കളെ നമുക്ക് അംഗനവാടി കൊണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ അംഗനവാടി പോവുകയാണ് രാവിലെ തന്നെ. അതെ, ഇവർക്ക് പിന്നെ ഒന്ന് അവധി എന്തെന്ന് വരും കൂടി വേല അല്ലേ? പക്ഷെ ഇവർക്ക് വേലക്ക് ലീവ് ഒന്നുമില്ല കേട്ടാ. പോകുമ്പോൾ ഈ ഒക്കത്ത് കയറി പോക്ക് ഇവർക്കൊരു പതിവാ അല്ലേടാ. നടക്കാൻ പറ്റാത്ത വെയില, ഭയങ്കര വെയിൽ. നമ്മൾ വന്നു, തിരുമ്പിയതൊക്കെ തോരട്ടു, തിരുമ്പലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പത്തിരി പണിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിരുന്ന സൈക്കിൾ. അങ്ങനെതാ നമ്മുടെ പത്തിരി പണിയാണ്. പത്തിരി രാവിലെ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പത്തിരി പണി അങ്ങനെന്താ ഞങ്ങൾ പത്തിരി പണിക്ക് നിന്നു കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ പള്ളിയിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലൊരാഗ്രഹം, നോമ്പൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നേരത്തെ കാലത്ത് നമ്മൾ പത്തിരി പണിക്ക് നടത്താമെന്ന് കരുതി. അങ്ങനത്തെ നമ്മൾ പൊടിയൊക്കെ നല്ലോണം ചാമ്പി, അതായത് നല്ലോണം കുഴച്ചെടുത്തിട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ പരത്തി ഇതേ പൊടിയൊക്കെ തട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തു. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. ബാങ്ക് കൊടുക്കണം മുന്നേ നമുക്ക് പള്ളിയിൽ എത്തണം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി എമ്മിമുളതേ അബായി മഫ്തയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി. അപ്പോൾ ഞാനും ഉപ്പിയും ഉമ്മയും എമ്മിമോളും ഞങ്ങൾ 4 പേരാണ് കേട്ടോ പള്ളി പോണത്. മറ്റു 2 വന്നിട്ടില്ല. ലൈസുമോൾക്ക് വയ്യ, പിന്നെ ലമ്മോൾ ചെറുതല്ലേ, അപ്പോൾ അവർ 2 വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞ് നേരെ അവിടുന്ന് വീണ്ടും വണ്ടിയിലൊക്കെ കയറി തിരിച്ചതേ വീട്ടിലേക്ക് വരിക കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിയാൻ. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാമെന്ന് കരുതി. ഉറങ്ങിയിട്ട് ബാക്കി പണിയെടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി. അതിനുശേഷം ഇത് അപ്പോഴത്തേനും ഉമ്മ പത്തിരിയൊക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ പത്തിരി ചുട്ടിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇതേ ഞാൻ പിന്നെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറിക്ക് റെഡിയാക്കാൻ തന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ നിഷി ഫേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഞാൻ ഓരോരോ പണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിഷ ഇതേ മോനെ മടിയിൽ കിടത്തി താഴ്ത്തിരുന്നിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. കാരണം ലായിസ് മോൻ ആരുടെ പോകുന്നില്ല, ഓളെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നിഷ താഴ്ത്തിരുന്നിട്ട് ഉള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല മോളാണെങ്കിൽ ഇരുത്തിയോടത്ത് ഇരിക്കൂല, ലോടത്ത് എത്തുകയാണ്. അപ്പോൾ നിഷയ്ക്ക് ഉള്ളി കട്ട് ചെയ്യാൻ വയ്യ, ആൾ അങ്ങോട്ട് പോകണം. അപ്പോൾ എങ്ങോട്ട് ഇരുത്തിയാലും പിന്നെയും കാണാം ആൾ ആ ഒരു ഭാഗത്ത്. അങ്ങനെ നിഷ ഉള്ളി കട്ട് ചെയ്യാനിരുന്നിട്ടുണ്ട്. അതിനിടയിൽ മക്കളെല്ലാവരും അവൾ ചുറ്റി തന്നെ ഉണ്ട് കേട്ടോ. ലമ്മയാണെങ്കിൽ കട്ട് ചെയ്യാനനുസരിച്ച് ചെയ്യുന്ന എടുക്കുകയാണ് ആൾ. പിന്നെ ഫെബിത തേങ്ങ ഒക്കെ പൊളിച്ച് തേങ്ങ ചിരകാൻ നിൽക്കുകയാണ്. നമ്മുടെ തരി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഞാനാണെങ്കിൽ ഇതേ നമ്മുടെ വെള്ള ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയുള്ള മസാലകളും വലിയുള്ളി അതായത് ചെറുതാക്കി എരിഞ്ഞുണ്ട്, അതും മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷം ഇത് നല്ല കുഴച്ചത് കൈക്കൊണ്ട് ചെറിയൊരു ബൗളാക്കിയതിന് ശേഷം അത് പരുത്തി നമ്മുടെ പരിപ്പ് വട ഷേപ്പിലെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് കൊണ്ടാണ് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതാക്കി അതിലേക്കുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പരിപ്പ് ഇതേപോലെ പൊടിച്ചെടുക്കുക. പരിപ്പല്ല, നമ്മുടെ ഗ്രീൻ പീസ് ഇതൊക്കെ പൊടിച്ചെടുക്കുക. പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വലിയ ഉള്ളി ഉണ്ട് കേട്ടോ, നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് മുന്നേ ഒരു ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ട്രിപ്പ് ഞാൻ പൊരിച്ചതെന്നും കൂടെ ഉള്ളൂ. അപ്പോൾ അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഉൾഭാഗം വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറം മാത്രം വെന്തിട്ട് ഉള്ളിൽ വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പരിപ്പ് വടല്ലേ. അപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപ്പ് വടയും കൂടെ ഒക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ട് നോമ്പ് തുറക്കൽ കഴിഞ്ഞതിന് ശേഷം. അപ്പം നമ്മുടെ പരിപ്പ് വട ഏകദേശം ഇവിടെ നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നിൽക്കാം. പിന്നെ നമ്മുടെ പത്തിരിയിലേക്കുള്ള ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേമാതിരി സ്പെഷ്യൽ തരികഞ്ഞും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അതേ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം നോമ്പ് തുറക്കാൻ, അതായത് ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടേബിളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മുന്തിരിയും അതുപോലെ നമ്മുടെ ചക്കരമത്തനുമാണ്. പിന്നെ സ്പെഷ്യലായിട്ടെന്ന് പറയാൻ നമ്മുടെ ചക്ക കിട്ടിയിട്ടുണ്ട്. പ്രാവശ്യം നമ്മൾ ഫസ്റ്റത്തെ ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചക്കയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതും വെച്ചു. പിന്നെ അതേ ലൈസ്മോന് താഴത്ത് കിടക്കുകയാണ്. ആൾക്ക് നിശ എടുക്കാഞ്ഞിട്ട് കുറുക്കിളകിയിരിക്കുകയാണ്. വേറെ ആരും പറ്റില്ല, എന്നെ തീരെയും പറ്റില്ല. ഞാനാ മരുന്ന് കൊടുക്കുന്ന ആൾ, അതുകൊണ്ട് എന്നെ ഭയങ്കര പേടിയാണ് ഇപ്പോൾ കുട്ടിക്ക്. അങ്ങനെ ഇതാ നമ്മളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാനൊക്കെ ടേബിൾ വന്നിരുന്നു, എല്ലാവരും ടേബിൾ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബാങ്ക് കൊടുത്തു, ഈത്തപ്പഴം എടുത്തു, ഞാൻ നോമ്പൊക്കെ മുറിച്ചു. അപ്പോൾ എല്ലാവരുടെയും നോമ്പൊക്കെ മുറിക്കുകയാണ്. അങ്ങനെ ഇതാ ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള നോമ്പ് തുറകൾ നമ്മൾ മാത്രമുള്ള നോമ്പ് തുറകളായിരുന്നു. ഇക്കാക്ക പിന്നെ വരാൻ ലേറ്റായി ട്രിപ്പ് ഉണ്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പി ആയാലും പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയും നോമ്പ് തുറന്നിട്ടുണ്ട്. മകന് തൈറോയിഡിൻ്റെ ഗുളിക കുടിക്കാനുള്ളത് കൊണ്ട് അമ്മ പിന്നെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പരിപ്പ് വട എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോഴാണ് മക്കൾക്കൊക്കെ നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. നിസ്കാരപ്പാടൊക്കെ എടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗം ഒരു നിസ്കാരം ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. മക്കളാണല്ലോ, അപ്പം അവരുടെ ആഗ്രഹം അങ്ങോട്ട് സാധിക്കട്ടെ. എന്തായാലും ഇവർക്ക് 3 പേർക്കും നിസ്കാരം ഒന്നും പഠിച്ചിട്ടില്ല, ചെറിയ മക്കളാണ്. എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഇത് ഉമ്മ നിസ്കരിക്കണ കണ്ടിട്ട് അവരമ്മമാരെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോയി. എൻ്റെ നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഖുർആൻ ഓതി ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ മാറ്റി ഒരുങ്ങിയത് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈസ്മായിട്ട് ഞാൻ നിഷയും കൂടെ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. കുട്ടിക്ക് ശബ്ദമൊക്കെ പോയിട്ടുണ്ട്, ചുമച്ചിട്ടൊക്കെ. അപ്പോൾ അതൊന്നും കൂടെ കാണിക്കാമെന്ന് കരുതി ഞങ്ങളിതേ നോമ്പ് തുറന്ന് പോവുകയാണ്. അങ്ങനെ ഞാൻ ഇതേ മാറ്റി ഒരുങ്ങി, നിഷയും കുട്ടി ഇതേ പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബൈക്കിലാട്ടോ പോകുന്നത്. ബൈക്ക് എടുത്തു. പിന്നെ ഐസിൻ മോൻ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. എബി മോൾ കൊണ്ടുപോയിട്ടില്ല, അതിന് എബി മോൾ അവിടെ നിന്ന് കരയണൊക്കെ ഉണ്ട് ആൾ. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഇതേ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഡോക്ടർ വീട്ടിൽ തന്നെ കേട്ടോ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ നോമ്പ് തുറന്നുകൊണ്ട് തന്നെ അത്യാവശ്യം പേഷ്യൻ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും നോമ്പ് തുറന്നിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഐസ്മോനാണ് ഇവിടെ നടന്നു കളിക്കട്ടെ. ഐസിനെയും വിളിച്ചിട്ട് ഓൻ എന്ത് കാട്ടുമ്പോൾ ഐസിനും കൂടെ വേണം അവൻ്റെ കൂടെ കളിക്കാൻ. അങ്ങനത്തെ ഐസിനും ലൈസും കൂടെ നേരെ അവിടെ നിന്ന് കളിച്ചൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു കുടിക്കാനുള്ള, അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കായിരുന്നു രണ്ടുപേരും. അത് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഏകദേശം അടുത്ത ടോക്കൺ നമ്മളതാണ്. അപ്പോൾ അതുവരെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡോറിന് അടുത്ത് നിന്നു. പിന്നെ ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ എഴുതി. അങ്ങനത്തെ ഞങ്ങൾ തിരിച്ചവിടുന്ന് വണ്ടി എടുത്തു പോവുകയാണ്. അപ്പോൾ ഇനി നേരെ നിഷേൻ്റെ അമ്മാൻ്റെ അടുത്തൊന്ന് പോകണം. പിന്നെ അവിടെ പോയിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ കാണിക്കുന്നത്. അപ്പോൾ അവിടെ കൂടെ പോയിട്ട് ഇതേ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ വൈൻഡപ്പ് ചെയ്യാറായിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നല്ലോണം ടൈം ലേറ്റ് ആയിട്ടുണ്ട്, ഇനി കിടന്ന് ഉറങ്ങണം ഒന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അത് സ്പെഷ്യൽ പത്തിരും ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അടുത്ത വീഡിയോ നാളെ വരാം. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ടാറ്റാ.